നമസ്കാരം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പ്രേക്ഷകരെ ഒരുപാട് പേര് അറിയണമെന്ന് ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ഒരു റെമഡി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ചാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ ചാനലിലൂടെ കൂടുതലായിട്ടും വരുന്നത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട്, അതായത് ഇപ്പം തലമുടിയുടെ പരിചരണം അല്ലെങ്കിൽ രോഗങ്ങൾ, ചർമ്മരോഗങ്ങൾ, അതിൻ്റെ മുഖക്കുരു അല്ലെങ്കിൽ സ്കിൻ ടെക്സ്ചർ ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് കുറേ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അരിമ്പാറ അല്ലെങ്കിൽ പാലുണ്ണി, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ സാധിക്കുന്നത്, ഇത് കരിച്ചു കളയുന്നതല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാലുണ്ണി അഥവാ സ്കിൻ ടാഗ് എന്ന അവസ്ഥയെക്കുറിച്ചാണ്. അപ്പോൾ ഈ പാലുണ്ണി എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ വലിയൊരു കൺഫ്യൂഷനാണ്. കാരണം നമ്മൾ സ്കിന്നിൽ കാണുമ്പോൾ പാലുണ്ണി സാധാരണയായിട്ട് കാണുന്നത് അല്ലെങ്കിൽ സ്കിൻ ടാഗ് നമ്മൾ കാണുന്നത് കഴുത്തിൻ്റെ സൈഡിൽ കൂടുതലായിട്ട് കാണാറുണ്ട്, കക്ഷത്തിൻ്റെ ഭാഗത്ത് കാണാറുണ്ട്, അതായത് പ്രത്യേകിച്ച് മടക്കുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അതുപോലെ തുടയിടുക്കുകളിൽ കാണാറുണ്ട്, ഏനസിന് ചുറ്റും കാണുന്നുണ്ട്. അങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾ, ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ താഴെയായിട്ടോ അല്ലെങ്കിൽ കുറച്ച് വണ്ണമുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കാണാറുണ്ട്. ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിനൊരു ഇന്നത് കൊണ്ടാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ ഇതുവരെ അങ്ങനത്തെ ഒരു സ്റ്റഡി വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷെ ഇതുകൊണ്ടാകാം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ബാക്ടീരിയലോ അല്ലെങ്കിൽ വൈറലോ അങ്ങനത്തെ ഒരു അറ്റാക്ക് അല്ല. പക്ഷെ അരിമ്പാറയുടെ കാര്യമല്ല, അത് വ്യത്യസ്തമാണ്. ഞാൻ പറയുന്നത് സ്കിൻ ടാഗിനെ കുറിച്ചാണ്. സ്കിൻ ടാഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചില ഘടകങ്ങൾ, ഇപ്പം കൊളാജൻ പോലെയുള്ള ഘടകങ്ങളും ഒക്കെ സ്കിന്നിൽ ആ ഫോൾഡ് തൊലി ഒന്ന് ചുളുങ്ങിയിട്ട് കുറച്ചൊന്ന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഇത് കാണുന്നത് ഫ്രിക്ഷൻ കൂടുതലുള്ള സ്ഥലത്ത്. അതിപ്പം പ്രധാനമായിട്ടും പറയാനാണെങ്കിൽ കഴുത്തിൻ്റെ സൈഡിലെ കാര്യം പറഞ്ഞു. നമ്മൾ വലിയ മാലകൾ ഇടുന്നവർ, നല്ല വണ്ണമുള്ളവർ, നമുക്കറിയാം പൊതുവേ കുറച്ച് വെയിറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ നോർമൽ വെയിറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ വെയിറ്റ് കൂടുതലായിട്ട് വരുമ്പോഴാണ് ഇത് പ്രധാനമായിട്ടും കാണുന്നത്. പിന്നെ ഒരു ഹെറിഡിറ്റി ഒരു ഫാക്ടറാണ്. അതായത് ഇപ്പോൾ വീട്ടിൽ പ്രധാനമായിട്ട് അമ്മയ്ക്ക് ഇതുണ്ടെങ്കിൽ തിരിച്ചത് പാരമ്പര്യ ഘടകമായിട്ട് മക്കളിലേക്ക് വരാനായിട്ടുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും, പക്ഷെ അമ്മയ്ക്കുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ പ്രീ ഡയബറ്റിക് ഒരു കണ്ടീഷൻ എന്ന് പറയും. അതായത് ഡയബറ്റിസ് വരാൻ സാധ്യതയുള്ള വ്യക്തികൾ, നമുക്കറിയാം ഡയബറ്റിസും അമിതവണ്ണവും രണ്ടും വളരെയധികം ഇന്റർ കണക്റ്റഡ് ആണ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ ഈ ആഹാരത്തിൻ്റെ ക്രമമായാലും അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മയൊക്കെ കൊണ്ടുണ്ടാവുന്ന ഡയബറ്റിസ്, ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാകുന്ന ഡയബറ്റിസിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ നമുക്ക് വണ്ണം വയ്ക്കുമ്പോൾ തന്നെ ഈ സ്കിൻ ടാഗ് പോലുള്ള കണ്ടീഷന് സ്കിന്നിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഭാവിയിൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യതയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. സ്കിൻ ടാഗ് ഉള്ളതുകൊണ്ട് ഡയബറ്റിസ് വരും എന്നല്ല, പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ്, അതുപോലെ അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ആ ഒരു അളവ് ഒരു കണക്കിന് മുകളിലാണെങ്കിൽ ഇത് പറഞ്ഞതുപോലെ സ്കിൻ ടാഗ് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നീട് കാർഡിയാക് കംപ്ലയിൻസ് പോലുള്ള അവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഞാനിപ്പം പറയുന്നത് ഈ സ്കിൻ ടാഗ് വരുന്ന എല്ലാവർക്കും ഇങ്ങനെ വന്നോളണം എന്നില്ല. പക്ഷേ ഇത് വരുന്നെങ്കിൽ അത് ശരീരം നൽകുന്ന ഒരു രീതിയിലുള്ളൊരു സൂചനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരം ഒരു ഫ്രിക്ഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കട്ടിയുള്ള മാലകളൊക്കെ ഇട്ട് അല്ലെങ്കിൽ കൊണ്ടു കയറുന്ന മാല, ചിലതരം ഡ്രസ്സുകൾ, അപ്പോൾ ഇതൊക്കെ ഇടുമ്പം കൂടുതലായിട്ട് ഒരേന്ന ഭാഗത്ത് ഇങ്ങനെ സ്കിൻ ചുളുങ്ങിയിട്ട് പുറത്തേക്ക് തള്ളി വരാനുള്ള സാധ്യതയുണ്ട്. ഇതിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് പല സൈസുകളിൽ നമുക്ക് കഴുത്തിന് ചുറ്റുമായാലും ഈ കൈയുടെ സൈഡിലൊക്കെ അക്ഷത്തിലൊക്കെ നിൽക്കുന്ന കാണുമ്പം എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് പകരുന്ന ഒന്നാണോ, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുമോ അല്ലെങ്കിൽ ഒരു ശരീരഭാഗത്ത് നിന്ന് അടുത്തൊരു ശരീരഭാഗത്തേക്ക് പകരുമോ എന്ന് ചോദിക്കാറുണ്ട്. സ്കിൻ ടാഗ് അഥവാ പാലുണ്ണി എന്ന് പറയുന്നത് ഒരിക്കലും പകരുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം അതൊരു വൈറൽ അറ്റാക്ക് അല്ല. പ്രധാനമായിട്ടും ഒരുപാട് സംശയങ്ങൾ പാലുണ്ണിയെ കുറിച്ച് ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ സ്കിൻ ടാഗിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഏറ്റവും ആദ്യം ചോദിക്കുന്നത് ഇത് വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഇതിനെ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പറയാം. നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്ത രീതിയിൽ ചെയ്യാം എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് പകരുമോ എന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും. ഇപ്പം മുതിർന്ന ആൾക്കാർക്കൊക്കെ ഉണ്ട് ഇത് കുട്ടികളിലേക്ക് വരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പകരുമോ എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയാം. ഇത് സ്കിൻ ടാഗ് ആണ്. അത് സ്കിന്നിൽ തന്നെ ഒരു വൈറലോ അല്ലെങ്കിൽ ബാക്ടീരിയലോ അത്തരത്തിലുള്ള ഒരു അറ്റാക്ക് കൊണ്ട് ഉണ്ടാകുന്ന ഒന്നല്ല. സ്കിന്നിൻ്റെ ഒരു ചെറിയ ഭാഗം ചുളിഞ്ഞ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അപ്പോൾ അതിലൊരു ചെറിയൊരു ബ്ലഡ് സപ്ലൈ
സപ്ലൈ ഉണ്ടാകും. അതെപ്പോഴും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരു പെഡങ്കുലേറ്റഡ് ആണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സ്കിന്നിൽ നിന്ന് ഒരു ചെറിയ കണക്ഷൻ കൊണ്ട് ഒരു വലിയൊരു ഇതിലേക്ക് പോകുന്നതായിരിക്കും നമ്മളെപ്പോഴും കാണുന്നത്. അപ്പോൾ ആ ഒരു ബ്ലഡ് സപ്ലൈയുടെ ഒരു ഇതല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കണ്ടന്റായിട്ട് ആ തടിച്ച് നിൽക്കുന്ന ഭാഗത്ത് ഉണ്ടാകാറില്ല. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൈക്രോ ഓർഗാനിസംസ് ഇല്ലാത്തത് കൊണ്ട് ഇതൊരിക്കലും ഇൻഫെക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പകരുകയില്ല. അത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്, ഇതിന് എന്തെങ്കിലും ഹോം റെമഡീസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം നോർമലി നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെഡിസിൻസ് വെച്ചിട്ട്, ഹോമിയോപ്പതിയിലാണ് നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് ഇന്റേണലി അകത്ത് കഴിക്കുകയും അതുപോലെ എക്സ്റ്റേണലി പുരട്ടുകയും ചെയ്യുന്ന നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് വീട്ടിലാണ് എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ, ഇത് സയൻറ്റിഫിക്കായിട്ട് ഒട്ടും പ്രൊവൻ അല്ലാത്ത, അതല്ലെങ്കിൽ നാട്ടുവൈദ്യം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു രീതിയിലെ കാര്യം പറയുകയാണെങ്കിൽ കുറേ പേര് ഉപയോഗിക്കുന്ന ഒന്നാണ് ആപ്പിൾ സിഡർ വിനീഗർ. അപ്പോൾ ഈ ആപ്പിൾ സിഡർ വിനീഗർ കുറച്ച് പേര് ഉപയോഗിച്ചിട്ട്, അത് വലിയ സ്കിൻ ടാഗ് അല്ല, ചെറിയ രീതിയിലുള്ള സ്കിൻ ടാഗ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ആപ്പിൾ സിഡർ വിനീഗർ നമ്മൾ സ്കിന്നിൽ എവിടെയാണോ പാലുണ്ണിയുള്ളത് അവിടെ എടുത്ത് ഒട്ടിച്ചിട്ട് അത് ഓവർനൈറ്റ് ഒട്ടിച്ച് വയ്ക്കുക. അത് കുറച്ച് ദിവസം അങ്ങനെ ചെയ്യേണ്ടി വരും. ഒരു ദിവസം കൊണ്ട് നമുക്കത് പറ്റത്തില്ല, ഒരു 5-6 ദിവസം അല്ലെങ്കിൽ അതിന് മുകളിൽ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ഇത് എല്ലാ സ്കിൻ ടാഗും ഇങ്ങനെ പോയിക്കൊള്ളണം എന്നില്ല. അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടാണെങ്കിലും ഈ ആപ്പിൾ സിഡർ വിനീഗർ വർക്ക് ചെയ്യത്തില്ല. ഇനി സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ അവിടെ ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യതയുണ്ട്, അവിടെ ചുമന്ന് തടിച്ച് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുട്ടികളിൽ അധികം അങ്ങനെ കാണാറില്ല, പക്ഷെ ചില കുട്ടികളിൽ ഈ പറഞ്ഞ പോലെ 10-15 വയസ്സിന് ഇടയ്ക്കൊക്കെയുള്ള ചില കുഞ്ഞുങ്ങളിലും ഇത് ഇത്തരത്തിൽ സ്കിൻ ടാഗ് കാണുന്നുണ്ട്. കുട്ടികൾക്ക് സ്കിൻ പൊതുവെ താരതമ്യേന വളരെ സെൻസിറ്റീവ് ആണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ ആപ്പിൾ സിഡർ വിനീഗർ പോലുള്ള കാര്യങ്ങൾ അവർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഒരു കാര്യം. അതുപോലെ തന്നെ നാരങ്ങ നീര് ഇതേ രീതിയിൽ കുറച്ച് നാരങ്ങ നീര്, അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് സോഡ, അതും കൂടെ ഉപയോഗിച്ചിട്ട് ഇതിൽ വയ്ക്കുന്ന ഒരു രീതിയുണ്ട്. ഇതൊക്കെ നാട്ടുവൈദ്യം അല്ലെങ്കിൽ ഹോം റെമഡീസ് ആണ്. ഇതൊരിക്കലും നമുക്ക് ക്ലിനിക്കലി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പിന്നെ ഏറ്റവും വ്യാപകമായിട്ട് അല്ലെങ്കിൽ പണ്ട് കാലം മുതലേ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള സ്കിൻ ടാഗ് വന്നു കഴിഞ്ഞാൽ ചെറിയ നൂല് അല്ലെങ്കിൽ മുടി, ഏറ്റവും കൂടുതലായിട്ട് പറഞ്ഞു കേൾക്കുന്നത് മുടിയെക്കുറിച്ചാണ്. ആ മുടി എടുത്തിട്ട് ആ തുടങ്ങുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഏറ്റവും നാരോ ആയിട്ട് ചെറിയതായിട്ട് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ കെട്ടിയിടും. മുടി വളരെ മുറുക്കി കെട്ടിയിട്ടിട്ട് പിന്നെ ആ മുടി രണ്ടറ്റവും കട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനെ നല്ല മുറുക്കി കെട്ടി വെച്ചിട്ട് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ടായിട്ട് ഇത് തന്നെ മുറിഞ്ഞു പോകുന്നതാണ് പലപ്പോഴും കാണുന്നത്. ഇതൊക്കെ നമ്മുടെ നാട്ടുവൈദ്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഹോമിയോപ്പതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. അതല്ലാതുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കരിച്ചു കളയെന്ന് പറയും, ഇലക്ട്രോ കോട്ടറി അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കോട്ടറൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള കോട്ടറിയൊക്കെ ചെയ്തിട്ടാണ് അത് റിമൂവ് ചെയ്യുന്നത്. പക്ഷെ ഇത് മാറ്റിയാലും തിരിച്ച് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം വരുത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മാറ്റമാണ് നമ്മൾ വരുത്തേണ്ടത്? നമ്മുടെ ബോഡി എപ്പോഴും നല്ല ക്ലീൻ ആൻഡ് ഫ്രഷ് ആക്കി വയ്ക്കുക. അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നന്നായി വെള്ളം കുടിക്കുക. ഒരു 2 ലിറ്റേഴ്സ്, മറ്റു ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളം നമ്മൾ എല്ലാ ദിവസവും കുടിക്കേണ്ടതാണ്. അതുപോലെ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം കഴിക്കുക. അതായത് നെല്ലിക്ക, നാരങ്ങ പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ മധുരത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക. അതിപ്പോൾ വാട്സിൻ്റെ കാര്യത്തിലായാലും സ്കിൻ ടാഗിൻ്റെ കാര്യത്തിലായാലും ഈ മധുരത്തിൻ്റെ അളവ് ഇതിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട്. അപ്പം മധുരം നന്നായി കുറയ്ക്കുക. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡും അതുപോലെ ജങ്ക് ഫുഡും കഴിക്കുന്നവർക്ക് ഈ ഒരു സ്കിൻ ടാഗ് വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ക്ലിനിക്കിൽ തന്നെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാം റെഡ് മീറ്റിൻ്റെ ഉപയോഗം. അതായത് പ്രധാനമായിട്ടും ബീഫോ അല്ലെങ്കിൽ പോക്കോ അല്ലെങ്കിൽ മട്ടനോ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുടെ കാര്യം പറയുന്നത്, ഇപ്പോൾ ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഇതുപോലെ സ്കിൻ ടാഗ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമ്മൾ കേസ് ടേക്കിങ്ങിൻ്റെ സമയത്ത് ചോദിക്കുമ്പോൾ അവർ പറയാറുണ്ട് അവരുടെ ഭക്ഷണശീലത്തിൽ ഇത്തരത്തിലുള്ള റെഡ് മീറ്റിൻ്റെ അളവ് ഒത്തിരി കൂടുതലാണ്. ഒരു എണ്ണയിൽ വറുത്തും പൊരിച്ച്, ഇപ്പം നമുക്കറിയാം പല പുറത്തുള്ള കടകളിൽ നിന്ന് നമ്മൾ ഫ്രൈ പോലെയുള്ള കാര്യങ്ങൾ വാങ്ങി കഴിക്കുന്നവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അമിതവണ്ണം. അതായത് നമുക്ക്
കണക്കിൽ കൂടുതൽ ഒരു വണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിൻ ടാഗ് വരാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡയറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എക്സസൈസ് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഡയബറ്റിസ് പോലുള്ള കണ്ടീഷനിലേക്ക് പോകാതെ നമ്മുടെ ശരീരത്തിനെ സൂക്ഷിക്കുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയറ്റും എക്സസൈസും നമ്മൾ കാത്തു സൂക്ഷിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ഇനി പലരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ കുറേ നിൽക്കുന്നുണ്ട് ഡോക്ടർ, അപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ കൂടുതൽ അഡ്വൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കോട്ടറി ചെയ്യണം, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അത് കോട്ടറി തന്നെ ചെയ്യും. ചെയ്തതിന് ശേഷം നമുക്ക് മെഡിസിൻസ് ഇൻറ്റേർണലി കഴിക്കുമ്പോഴാണ് അത് വരാനുള്ള സീക്വൻസ്, പ്ലസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൂടെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ പിന്നീട് അത് റിപ്പീറ്റ് ചെയ്ത് വരാതിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു തവണ കരിച്ചു കളഞ്ഞാൽ പോലും അത് റിപ്പീറ്റ് ചെയ്ത് അത് വീണ്ടും അതേ സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലോ മാറി മാറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്കിൻ ടാഗിനെ കുറിച്ച് പറയാനുള്ളത്. തീർച്ചയായിട്ടും പാലുണ്ണി അല്ലെങ്കിൽ സ്കിൻ ടാഗ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഒരുപാട് പേർക്കുള്ളൊരു കാര്യമാണ്. നമ്മുടെ വെയിറ്റ് റിഡക്ഷനും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റും നമ്മൾ വെള്ളം കുടിക്കുന്നതും നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൻ്റെ ഇൻടേക്കും എല്ലാം നല്ല രീതിയിലാക്കിയിട്ട് നല്ല രീതിയിലൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മോഡിഫൈ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ഇത്തരത്തിലുള്ള സ്കിൻ ടാഗും കാര്യങ്ങളും വരാതെ നോക്കാൻ നമുക്ക് നല്ല രീതിയിൽ പറ്റും. അപ്പം ഞാൻ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതായത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അറിയാൻ താല്പര്യമുള്ള ഏതെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചൊക്കെ അറിയിക്കുക. നമ്മുടെ മെസ്സേജസ് ആയിട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.